ലോകത്തിലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട സമയം വന്നിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ നേതാവിനെതിരെ ഗൂഢാലോചനയും ചാരപ്രവർത്തനവും നടക്കുന്നുവെന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ലോകം ചോദിക്കണം, അന്താരാഷ്ട്ര നീതി എവിടെയാണ്? അലി ഖമേനി എന്ന നേതാവിനെ സ്വന്തം നാട്ടിലെ ട്രംപ് നെതന്നായ ഷുണക്കി തീട്ടം നക്കികൾ ഒറ്റുകൊടുത്തുവെന്ന സത്യമറിയുമ്പോൾ അതൊരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല, അതൊരു രാജ്യത്തിന്റെ അഭിമാനവും സ്വാതന്ത്ര്യവും സാർവഭൗമത്വവും സംബന്ധിച്ച വിഷയമാണ്. ഒരു രാജ്യത്തിന്റെ നേതാവിനെ ലക്ഷ്യമാക്കി രഹസ്യ ഓപ്പറേഷനുകൾ നടത്തുന്നത് ലോക രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട മുഖം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു. ബോളൻ ട്രംപ് പിശാച് ലോക രാഷ്ട്രീയത്തിൽ ശക്തരായ രാജ്യങ്ങൾ ദുർബലരായ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രവണത അവസാനിപ്പിക്കൂ. ശക്തിയുണ്ടെന്ന കാരണത്താൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലും ആത്മാഭിമാനത്തിലും ഇടപെടുന്നത് മനുഷ്യമൂല്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമാണ്. ബോളൻ ട്രംപ് പിശാചായാലും ചെകുത്താൻ വെന്തമിൻ നെതന്നായാലും ലോക നേതാക്കൾ എല്ലാവരും ഓർക്കേണ്ടതൊന്നാണ്, ലോകം ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, നീതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകണം. ശക്തിയുടെ രാഷ്ട്രീയം ലോകത്തെ കൂടുതൽ സംഘർഷങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും തള്ളുകയാണ്. ഇന്ന് ലോകം ചോദിക്കുന്നു, എന്തുകൊണ്ട് ചില രാജ്യങ്ങളുടെ ജീവനും സ്വാതന്ത്ര്യവും മാത്രം വിലപ്പെട്ടതായും മറ്റുള്ളവരുടെ ജീവൻ രാഷ്ട്രീയ കളിയിലെ പാവകളായി മാറുന്നു? ഈ ഇരട്ടത്താപ്പ് അവസാനിക്കണം. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ യുദ്ധം കൊണ്ടോ ഗൂഢാലോചന കൊണ്ടോ അല്ല, സംവാദവും നീതിയും കൊണ്ടാണ് പരിഹരിക്കേണ്ടത്. മനുഷ്യരാശി വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കരുത്. ലോകം സമാധാനവും മാന്യതയും ബഹുമാനവും ആവശ്യപ്പെടുന്നു. ശക്തിയുടെ രാഷ്ട്രീയത്തിന് പകരം നീതിയുടെ രാഷ്ട്രീയമാണ് മനുഷ്യകുലത്തിന് വേണ്ടത്.